നമസ്കാരം. ഗ്ലോബൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അറിയിപ്പുകൾ. ഗ്ലോബൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി കുടുംബ സഹായ നിധി രൂപീകരിച്ചു. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി നമ്മുടെ പ്രദേശത്ത് നിർധനരും നിരാലംബരും ഒറ്റപ്പെട്ടു പോയവരുമായ കിടപ്പ് രോഗികൾ, മാരാരോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ തുടങ്ങി നിരവധി പേർക്ക് മുടങ്ങാതെ മാസം തോറും ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയും ചികിത്സാ ധനസഹായം നൽകിയും അവരുടെ പഠിക്കുന്ന മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനാവശ്യമായ പഠനോപകരണങ്ങൾ നൽകിയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ജീവകാരുണ്യ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടിയാണ് കുടുംബസഹായ നിധി രൂപീകരിച്ചിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാസം തോറും ധനസഹായം നൽകി വരുന്ന കുടുംബാംഗങ്ങൾക്ക് അവരുടെ ആപത്ഘട്ടങ്ങളിൽ ഒരു കൈത്താങ്ങാകാൻ കുടുംബസഹായ നിധി സഹായിക്കും. കുടുംബസഹായ നിധിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്ലോബൽ ഇന്ത്യൻ കുടുംബാംഗവും പുനലൂർ CS ബഷീർ ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ CS ബഷീർ 10,000 രൂപ കുടുംബസഹായ നിധിയിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പുനലൂർ CS ബഷീർ ട്രേഡേഴ്സ് ബിൽഡിങ്ങിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വെച്ച് കുടുംബസഹായ നിധിയിലേക്കുള്ള സംഭാവന ഗ്ലോബൽ ഇന്ത്യൻ കുടുംബാംഗം ഷെബ അലക്സ് ഏറ്റുവാങ്ങി. ഗ്ലോബൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുന്നിക്കോട് അവരുടെ ആദ്യ ഗഡുവായ അവരുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് പകരം ഞങ്ങൾ എല്ലാ മാസവും അവിടെ കിട്ടുന്ന തുകയുടെ മിച്ചം പിടിച്ചുകൊണ്ട് പുതിയതായി ആരംഭിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ കുടുംബസഹായ നിധിയുടെ ആദ്യ ഗഡുവായ 10,000 രൂപ ഇന്ന് ഇവിടെ വെച്ച് ശ്രീമതി ഷീബായ്ക്ക് കൈമാറിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ജീവകാരുണ്യ അംഗങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത്. ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരെല്ലാം നിശ്ചിത തുക സംഭാവനയായിട്ട് നൽകിയാൽ ഈ ഫണ്ട് വളരെയധികം പുരോഗമനമായിട്ട് പോവുകയും എല്ലാവർക്കും വളരെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ വ്യാപാരി വ്യവസായിയുടെ സംഘടന പോലും ഒരാൾ മരിച്ചാൽ നമ്മൾ 100 രൂപ വീതം അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നുണ്ട്. ആ 100 രൂപയിൽ നിന്ന് അവർക്ക് 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടുന്നുണ്ട്. അപ്പം 100 രൂപയാണ് ഒരാൾക്ക് മരണപ്പെട്ടാൽ നമുക്ക് കയ്യിൽ ചിലവാകുന്നത്. പക്ഷേ ആ കുടുംബത്തിന് കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പം നമ്മുടെ ഈ കുടുംബത്തിലുള്ള ഈ അംഗങ്ങളെല്ലാം ഒരു 100 രൂപ 50 വെച്ച് ഇതിനകത്ത് ഇട്ടാൽ ഈ പൈസ വർദ്ധിച്ചു നല്ലൊരു തുകയാകുകയും ഇതിനകത്ത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് മരണപ്പെട്ടു പോയാൽ നമുക്ക് സഹായിക്കാൻ പറ്റും. ഞങ്ങൾ എല്ലാവർക്കും മരണപ്പെടുന്നവരുടെ വീട്ടുകളിൽ പോയി കാശ് കൊടുക്കുമായിരുന്നു. നമ്മൾ രണ്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുള്ള എല്ലാവർക്കും ഭയങ്കരമായ ധനസഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് ധനസഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഉദ്ഘാടനം ചെയ്ത ഫണ്ട് ഈ അംഗങ്ങളെല്ലാവരും കൂടി കുറേശ്ശെ നിക്ഷേപിച്ച് അതൊരു വലിയ എമൗണ്ടായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ശ്രീ MM ഷരീഫ്, സുരേന്ദ്രബാബു, സനിൽകുമാർ, ബാബുരാജ്, സുരേന്ദ്രൻ ഇളമ്പൽ, ശ്രീദേവി ടീച്ചർ വിളക്കുടി, സിബിൽ മേരി, ശ്രീദേവി ടീച്ചർ ഇളമ്പൽ, ഷെബ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു.